എൻ്റെ പേര് സരസ്വതി അമ്മ എന്നാണ്. ഞാനൊരു മ്യൂസിക് ടീച്ചറാണ്. എൻ്റെ ഈ കാലിന് വളരെ ഒരു ചെറിയൊരു വ്രണം വന്നു. ആ വ്രണം വന്ന് വലുതായതിനു ശേഷം എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി. കാലിൻ്റെ മുട്ടുതൊട്ടിന് താഴേറ്റം വരെ വളരെ നീരും പഴുത്ത് വിളറി വേർണിച്ചിരുന്നു. എൻ്റെ മോൻ പറയുമായിരുന്നു, എപ്പോഴും പറയും മരുന്നിനൊന്നും പോണ്ട, ഇനി കാല് മുറിച്ചേ തീരുള്ളൂ, ഇനി മുറിക്കാനായിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയാൽ അതിന്ന് മോൻ എന്നെ പറഞ്ഞ് എന്നെ എന്നും മഴക്കോറിയിരുന്നു. അങ്ങനെ ഞാൻ ഒരു ആശുപത്രി ചെന്ന് ഡോക്ടറെ കണ്ടപ്പം ആ ഡോക്ടർ പറഞ്ഞു, ഈ കാല് വളരെ വിഷമമാണ്, മെഡിക്കൽ കോളേജിൽ പോയേ തീരുള്ളൂ, എന്തായാലും 10 ദിവസത്തെ ഗുളിക ഇവിടെ തരാം, അത് കഴിഞ്ഞതിന് ശേഷം മെഡിക്കലിൽ പോകണമെന്നും പറഞ്ഞു ഷുഗർ നോക്കണമെന്നും പറഞ്ഞ് എഴുതി തന്നു. ആ ഷുഗർ നോക്കിയപ്പം 387 ഷുഗർ എനിക്കുണ്ടായിരുന്നു. അതിന് മുമ്പേ എനിക്ക് ഷുഗർ നോക്കിയിട്ടില്ലായിരുന്നു, ഷുഗർ ഇല്ലായിരുന്നു. അപ്പോൾ ഈ ആദ്യം നോക്കിയപ്പോൾ ഇത്രയും ഷുഗറുണ്ട്. അങ്ങനെ ഞാൻ മാനസികപ്പെട്ട് വേറെ 2 ഡോക്ടർമാർ, അങ്ങനെ 3 ഡോക്ടർമാരെ കണ്ടു. 3 ഡോക്ടർമാരും പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ പോയി കാണിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് 3 തുണ്ടും തന്ന് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വളരെ മനസ്താവിച്ച് കിടക്കവെയാണ്. എൻ്റെ തൊട്ടടുത്തുള്ള അനീഷ എന്ന് പേരുള്ള ഒരു കുട്ടി ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് ആ കുട്ടി എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എഴുതിക്കാനൊന്നും വയ്യ, കാലിൻ്റെ മുട്ട് തൊട്ട് ഇനി ഈ താഴെ വരെ എനിക്ക് എഴുതിക്കാൻ വയ്യാതെ നീരും വന്ന് വർണ്ണിച്ച് കിടക്കുകയാണ് മോളെ എന്ന് പറഞ്ഞു. കൊച്ചു ഉടനെ വന്ന് കാല് നോക്കിയിട്ട് പറഞ്ഞു, അമ്മ വിഷമിക്കേണ്ട, എൻ്റെ ഒരു ഐകോപ്പി എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്, ഷുഗറിനുള്ളതാണ്, ഞാൻ ഇപ്പം തന്നെ എടുത്തുകൊണ്ട് തരാമെന്ന് പറഞ്ഞ് കൊച്ചു അപ്പോഴത്തന്നെ എടുത്തുകൊണ്ട് വന്നു. എനിക്കെപ്പോഴും എഴുതിച്ച് ഇട്ട് കുടിക്കാനൊന്നും വയ്യാത്തത് കൊണ്ട് ആ മോള് തന്നെ പെട്ടെന്ന് തന്നെ ആ മരുന്ന് തിളച്ച വെള്ളത്തിൽ ചേർത്ത് എനിക്ക് തന്നു. അത് ഞാൻ കുടിച്ചതിന് ശേഷം എനിക്ക് അപ്പോഴും കശർപ്പൊക്കെ തോന്നിയെങ്കിലും ഞാൻ ചേർത്തോണ്ട് മോള് പറഞ്ഞതിന് പ്രകാരം 3 ദിവസം ചേർത്തോണ്ട് കഴിച്ചപ്പോൾ എനിക്ക് ഓർക്കാനും വെപ്രാളവും ഒക്കെ വന്നായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും അനീഷ മോളെ വിളിച്ച് മോള് പറഞ്ഞു, അതിന് സാരമില്ല, തുടർച്ചയായിട്ട് തന്നെ ഈ മരുന്ന് മുടങ്ങാതെ തന്നെ കഴിക്കണമെങ്കിൽ മാത്രമേ അമ്മയ്ക്ക് ഇതിൻ്റെ ഫലം അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ തുടർച്ചയായിട്ട് മരുന്ന് കഴിച്ച് ഇന്നും അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ കാല് വളരെ വളരെ കുറവുണ്ടെന്ന് മാത്രമല്ല, നീര് പോയി, ആ കറുവലെല്ലാം പോയി പഴുത്ത് 2 പിളർന്ന് പഴുത്ത് ചോരയും നീരും വന്ന് ഒലിച്ചിരുന്ന എൻ്റെ കാല് വളരെ കുറവുണ്ട്. എനിക്കിപ്പോൾ നടക്കാനും പോകാനും ഒക്കെ ആവും. വേറെ കുഴപ്പമൊന്നുമില്ല. ഈ മരുന്ന് ഒരുപാട് പേർക്ക്, ഇങ്ങനെയുള്ള അസുഖക്കാർക്കൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്യൂ ചെയ്തു, അവർ നേരിൽ ചെന്ന് കണ്ട് സംസാരിച്ച് ഞങ്ങൾക്ക് വിതരണം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ്. ഏറ്റവും ഫലപ്രദമായ ഈ മരുന്ന് കണ്ടുപിടിച്ച ഡോക്ടർമാർക്ക് തന്നെ വളരെ നന്ദിയാണ് പറയാൻ.